PC ജോർജ് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വിടവാങ്ങിയിരിക്കുന്നു. സീതാറാം യെച്ചൂരിയെ എങ്ങനെ ഓർത്തെടുക്കുന്നു താങ്കൾ? അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഇത്രയും നല്ല സ്വഭാവ ഗുണമുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കേരളം അല്ല ഇന്ത്യ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ വ്യക്തിത്വമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ പിടിച്ചു നിർത്തിയിരുന്നത്. അതും കൂടി നഷ്ടപ്പെട്ടു എന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും ദുഃഖകരമായ സംഭവം. കാരണം കമ്മ്യൂണിസത്തെ എതിർക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടെങ്കിലും ആ കമ്മ്യൂണിസ്റ്റ് ആശയം നടപ്പാക്കുന്നതിനെ മനസാക്ഷിയുള്ള ആരും എതിർക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ചിന്തിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിടിച്ചു നിർത്താൻ ഏറ്റവും വലിയ സംഭാവന ചെയ്ത യെച്ചൂരിയുടെ തിരോധാനം ഇന്ത്യയിലെ ജനകോടികൾക്ക് മൊത്തം നഷ്ടമാണ്, കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമല്ല എന്ന എൻ്റെ അഭിപ്രായം. അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു, നല്ല മനുഷ്യസ്നേഹിയായിരുന്നു, തൊഴിലാളി സ്നേഹിയായിരുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ വരുത്തുന്ന മാറ്റങ്ങളെ പറ്റി അദ്ദേഹത്തിന് പ്രത്യേകം കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഭരണ സംവിധാനത്തെ പറ്റി കാഴ്ചപ്പാടുണ്ടായിരുന്നു. അങ്ങനെയുള്ള വലിയ വ്യക്തിത്വമാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ അദ്ദേഹം അനുശോചനം രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിന്റെ നിര്യാണം കൊണ്ട് ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന നല്ല കമ്മ്യൂണിസ്റ്റുകാരോടും എന്റെ ദുഃഖം ഞാൻ അറിയിക്കുന്നു. PC പാർട്ടിയിലെ പിണറായിസത്തോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയ ഒരു വ്യക്തിയായിരുന്നു. പ്രത്യക്ഷമായല്ല പരോക്ഷമായി അദ്ദേഹത്തിന് വിയോജിപ്പ് പ്രകടമാക്കാൻ സാധിക്കില്ല. കാരണം CPMന്റെ നേതൃത്വത്തിൽ അധികാരമുള്ള ഏക സംസ്ഥാനം അവിടെയാണ് പിണറായി വിജയനുള്ളത്. അതുകൊണ്ട് പലപ്പോഴും ചില നിലപാടുകളിൽ അദ്ദേഹത്തിന് അയവ് വരുത്തേണ്ടി വന്നിട്ടുണ്ട്. പൊതുവെ കേരളത്തിലെ CPMന്റെ നിലപാട് വ്യതിയാനങ്ങളോട് യോജിപ്പ് ഇല്ലാത്ത വ്യക്തി. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലപ്പോഴും അതുമായി സമരസപ്പെടാൻ നിർബന്ധിക്കപ്പെട്ട പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി. ഒരുപക്ഷെ PC ജോർജിന് ഇത് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ആ നിലപാട്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു നിർബന്ധിതമാകേണ്ടി വരുന്ന അവസ്ഥ, സമരസപ്പെടേണ്ടി വരുന്ന അവസ്ഥ, അതിനെക്കുറിച്ച് ഒരുപക്ഷെ PC ജോർജിനെ എനിക്ക് തോന്നുന്നു കുറെ കൂടി കാര്യങ്ങൾ പറയാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത്. അദ്ദേഹത്തിന് വളരെയേറെ സ്നേഹവും ബഹുമാനവും എനിക്ക് തോന്നുന്നുണ്ട് ആ വ്യക്തിയോട്. പക്ഷേ കേരളത്തിലെ കമ്മ്യൂണിസം സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കാലത്ത് ഇന്ത്യ മഹാരാജ്യത്തെ പ്രതിപക്ഷ നേതാവായിരുന്നു AKG. അതെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏത് നിലയായിരുന്നു എന്ന് എല്ലാവരും അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കുന്നത്. ആ സ്ഥാനത്ത് ഇന്ന് പ്രതിപക്ഷം എന്ന് പറയാൻ പോലും പറ്റാത്ത നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധപ്പതിച്ചു പോയി. എത്ര ഗതികെട്ട ഒരു സാഹചര്യം എന്ന് ആലോചിക്കണം. അതിന് കാരണം പക്ഷേ വേറൊരു പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യ മഹാരാജ്യത്തെ ഏക അധികാരത്തിലുള്ള സ്റ്റേറ്റ് ആണ് കേരളം. ആ കേരളത്തിൽ 99 MLA-മാരുടെ പിന്തുണയോടുകൂടി ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ആ 99 MLA-മാരും പിണറായിസത്തിന്റെ അടിമകളായി മാറിയിരിക്കുന്നു. ഇവിടെ വലിയ ശക്തിയുണ്ടെന്ന് എപ്പോഴും അഹങ്കരിക്കുന്ന CPIക്ക് പോലും വിനോദ് വിശ്വം വലിയ മുഴുത്ത വായിലെ വാചകമൊക്കെ അടിക്കാറുണ്ട്. പക്ഷെ എന്തുപറ്റി, വിനോദ് വിശ്വം പോലെ LDF കൂടി ഇപ്പോൾ ഒരക്ഷരം പിണറായിക്ക് വിടാൻ തയ്യാറായില്ല. അതായത് അടിമപ്പണി ചെയ്യുന്ന ആളുകളുടെ ഒരു കൂട്ടമാണ് കേരളത്തിലെ ഇടതുപക്ഷം എന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അതിൽ പിണറായിസത്തിന്റെ നേതൃത്വമാണ്. പിണറായി എന്ന് പറയുന്ന വ്യക്തിയെ നമ്മളെന്ത് തലപ്പറയുടെ കാര്യം? അദ്ദേഹം മുന്നോട്ട് പോട്ടെ, മകളെ കെട്ടിയെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കാൻ അദ്ദേഹം നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നടക്കട്ടെ. നമുക്ക് ജനം ഇതെല്ലാം കാണണ്ടേ? ജനം കാണണമെങ്കിൽ ഇവിടുത്തെ പ്രതിപക്ഷ ജോലി ചെയ്യണ്ടേ? ആ പ്രതിപക്ഷം ജോലി ചെയ്യണമെങ്കിൽ കോൺഗ്രസ് ഇവിടുത്തെ പിണറായിസത്തിന്റെ B ടീമായിട്ട് പ്രവർത്തിക്കുക. പിന്നെ എങ്ങനെ നന്നാവും? ഏതായാലും ഇതെല്ലാം നോക്കിയിരുന്ന് കാണാം. നമുക്ക് ഒരു സംശയമില്ല നമ്പ്യാർ, ഇത് അധികം നാളെ പോവില്ല. പിണറായിസം ഉൾപ്പെടെ അവസാനിക്കും. അതോടുകൂടി ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തീരും. കാരണം തീരുകയെല്ലാം മറ്റു മാർഗമില്ലല്ലോ, രക്ഷപ്പെടുത്താനാവില്ല. അതാണ് ഇപ്പോഴത്തെ നില. ത്രിപുരയിലുണ്ടായിരുന്നു. ത്രിപുര ഇപ്പോൾ ഉണ്ടോ? ഇല്ല, മുഴുവൻ കൊണ്ടുപോയി ആ പിള്ളേർ. മനസ്സിലായില്ലേ? BJPയുടെ മുന്നേറ്റമാണ് അവിടെ കാണുന്നത്. ഗോവാൽ കണ്ടില്ലേ? അപ്പൊ എന്താണെന്ന് ഞാൻ പറഞ്ഞത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതായി പിണറായിസത്തിലേക്ക് പോയി. ആ പിണറായിസം ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുന്നു. അത് ഈ മാക്സിമം എത്ര കൊല്ലം, എത്ര മാസം എന്ന് മാത്രം ചിന്തിച്ചാൽ മതി, പിണറായിസം എന്നേക്ക് തീരുകയാണ്. അതോടെ ഈ യെച്ചൂരിയെ പോലുള്ള ഒരു വലിയ മനുഷ്യൻ നഷ്ടപ്പെട്ടതോടെ കേന്ദ്ര നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആദർശത്തിലുള്ള ആളുകളില്ലെന്നായി. അങ്ങനെ ഒരു നാശം നമുക്ക് നേരിട്ട് കാണേണ്ടി വരുന്നു എന്നതാണ് ഇതിനകത്ത് പരമാർത്ഥം. നന്ദി PC. ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിനും സീതാറാം യെച്ചൂരിയെ അനുസ്മരിച്ചതും